നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് വകഭേദമായ ഒമിക്രോൺ ആശങ്ക നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ മുന്നറിയിപ്പുകൾ ശരിവയ്ക്കുന്ന തരത്തിലാണ് ഇപ്പോൾ രോഗവ്യാപനം ഉണ്ടാകുന്നത്. ബ്രിട്ടനിൽ കോവിഡ് രോഗികൾ കുതിച്ചുയരുകയാണ്. ശൈത്യകാലം കനക്കുന്നതോടെ വീണ്ടും ഒരു കോവിഡ് തരംഗത്തിന് ബ്രിട്ടൻ ഇരയാകുമെന്ന് നേരത്തെ ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് ശരിവയ്ക്കുന്നതാണ് ഓരോ ദിവസവും പുറത്തുവരുന്ന കണക്കുകൾ. ഇന്നലെ മാത്രം രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചത് 78,610 പേർക്കാണ്. കേസുകൾ കൂടിയതോടെ ചികിത്സ തേടി ആശുപത്രിയിലെത്തുന്നവരുടെ എണ്ണത്തിലും വർധനവുണ്ടായിരിക്കുകയാണ്. 7,673 പേരാണ് വിവിധ NHS ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത്. കേസുകൾ വർദ്ധിക്കുന്നുണ്ടെങ്കിലും മരണസംഖ്യ ഉയരുന്നില്ല എന്നതാണ് ആശ്വാസകരമായ കാര്യം. വാക്സിനേഷന്റെ ബലത്തിലാണ് ബ്രിട്ടൻ പുതിയ തരംഗത്തെ അതിജീവിക്കുന്നത്. രാജ്യത്തെ 12 വയസ്സിന് മുകളിലുള്ള 89% പേരും ഒരു ഡോസെങ്കിലും വാക്സിൻ എടുത്തവരാണ്. ഇതിൽ തന്നെ 82% പേരും 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചവരും. 2ാം ഡോസ് സ്വീകരിച്ച് 6 മാസം കഴിഞ്ഞവർക്ക് ബൂസ്റ്റർ ഡോസ് നൽകുന്ന നടപടിയും യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുന്നുണ്ട്. 43% പേർക്ക് ബൂസ്റ്റർ ഡോസും നൽകി കഴിഞ്ഞു. ലോകമെങ്ങും ഒമിക്രോണിന്റെ പേരിൽ അനാവശ്യമായ ആശങ്ക പടരുമ്പോഴും ഒട്ടേറെ ഒമിക്രോൺ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ബ്രിട്ടനിൽ ഇതിന്റെ പേരിൽ പ്രത്യേകം ആശങ്കയില്ല എന്നതും വസ്തുതയാണ്. ബൂസ്റ്റർ ഡോസിലൂടെ ഒമിക്രോണിന്റെ ഭീഷണിയെയും മറികടക്കാനാകുമെന്നാണ് ശാസ്ത്രജ്ഞരുടെ അഭിപ്രായം. ജനുവരിയിലാണ് ഇതിനു മുൻപ് ബ്രിട്ടനിൽ റെക്കോർഡ് രോഗികളെ റിപ്പോർട്ട് ചെയ്തത്. അന്നേ ദിവസത്തെ അപേക്ഷിച്ച് ഇത്തവണ 10,000 കേസുകൾ കൂടുതലാണ്. വരും ദിവസങ്ങളിലും കോവിഡ് രോഗികളുടെ എണ്ണം ഉയരാനാണ് സാധ്യതയെന്ന് ബ്രിട്ടീഷ് ആരോഗ്യ വിഭാഗം അറിയിച്ചു. ഇതുവരെ ബ്രിട്ടനിൽ 1.1 കോടി ജനങ്ങൾക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 6.7 കോടിയാണ് ബ്രിട്ടനിലെ ജനസംഖ്യ. ഡെൽറ്റയ്ക്ക് പുറമെ ഒമിക്രോൺ കേസുകളും ബ്രിട്ടനിൽ വർദ്ധിക്കുകയാണ്. ജനുവരി പകുതിയോടെ യൂറോപ്പ് ഒമിക്രോണിന്റെ പിടിയിലാകുമെന്ന് യൂറോപ്യൻ കമ്മീഷൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം ആദ്യ ഒമിക്രോൺ മരണം UK-യിൽ സ്ഥിരീകരിച്ചതും ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ആണ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത്. 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഈ ആഴ്ച മുതൽ ബൂസ്റ്റർ വാക്സിൻ ഡോസുകൾ നൽകാനിരിക്കെയാണ് ഒമിക്രോൺ മരണം സ്ഥിരീകരിച്ചത്. ഒമിക്രോൺ വകഭേദത്തിന്റെ വ്യാപന തോത് ഉയർന്നതാണെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിയിരുന്നു. ഒമിക്രോൺ വേഗത്തിൽ വ്യാപിക്കുമെന്നും നിലവിലുള്ള വാക്സിനുകൾക്ക് പ്രതിരോധിക്കാൻ സാധിക്കില്ല എന്നും ലോകാരോഗ്യ സംഘടന അറിയിച്ചു. എന്നാൽ ഒമിക്രോൺ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകില്ല എന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിയിട്ടുണ്ട്. ഡെൽറ്റ വേരിയന്റിന്റെ ഏറ്റവും മാരകമായ രൂപമാണ് ഒമിക്രോൺ എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ഇതുവരെ ലോകാരോഗ്യ സംഘടന പട്ടികയിൽ കൊണ്ടുവന്നിട്ടുള്ള വേരിയന്റുകളേക്കാൾ എത്രയോ മടങ്ങ് പ്രഹരശേഷിയാണ് ഈ വൈറസിനുള്ളത്. വ്യാപകമായി ഇത് എല്ലാ രാജ്യങ്ങളിലും എത്തും. അതിവേഗം പടരാനുള്ള കഴിവും ഒമിക്രോണിനുണ്ട്. 50ലേറെ തവണ ജനിതകമാറ്റം വന്നു എന്നത് ശാസ്ത്രലോകത്തെ തന്നെ അമ്പരപ്പിക്കുന്നതാണ്. അതുവഴി വാക്സിന്റെ പ്രതിരോധ ശേഷി വരെ തകരുമെന്നതാണ് ഭയം. ഇപ്പോഴത്തെ വാക്സിന് ഇത്രയും മാറ്റമുണ്ടായിട്ടുള്ള വൈറസിനെ തടയാനാവില്ല എന്ന് കരുതുന്നുണ്ട്. ആശങ്കപ്പെടുത്തുന്ന വകഭേദമായിട്ടാണ് ഒമിക്രോണിനെ ലോകാരോഗ്യ സംഘടന കണക്കാക്കുന്നത്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.